ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയാൻ പോകുന്നത് ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി ഓർ ഡീജനറസി എന്ന് പറയും ഓഫ് eigen values. And geometric multiplicity. ഇപ്പോൾ ഈ ആൾജിബ്രിക് മൾട്ടിപ്ലിസിറ്റി നമുക്ക് എന്താ നോക്കാം. ആൾജിബ്രിക് മൾട്ടിപ്ലിസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി number of occurrences corresponding to a particular eigenvalue of matrix A. സപ്പോസ് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു മെട്രിക്സിൻ്റെ eigen വാല്യൂ ലാംഡ ഓഫ് എ തന്നിട്ടുണ്ട്. സപ്പോസ് -235. അപ്പോൾ നമ്മൾ ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി ഓഫ് -2 എന്ന് വെച്ചാൽ 1 ആണ്. കാരണം ഒറ്റ തവണ അത് ഒക്കർ ചെയ്യുന്നുള്ളൂ അല്ലേ. ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 3 അതും 1 ആണ്. ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 5 അതും 1 ആണ്. കണ്ടോ, എത്ര ഒക്കർ ചെയ്യുന്നു ഓരോ eigen വാല്യൂ എത്ര ആണോ ഒക്കർ ചെയ്യുക, അതാണ് ഡീജനറസി ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സിന് ആപ്ലിക്കേഷനുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ഓഫ് ബി എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് 2 to 6 എന്നിരിക്കട്ടെ. എന്നിട്ട് ഞാൻ പറയുകയാണ് ഫോർ ആൾജിബ്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 2 എന്താണ് 2 ആണ്. അതായത് ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി ഓഫ് eigen വാല്യൂ 2 എന്ന് പറയുന്നത് 2 ആണ്. കാരണം 2 2 തവണ ഒക്കർ ചെയ്യുന്നുണ്ട്. ഇനി ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി ഓഫ് eigen വാല്യൂ 6 അത് 1 ആണ്. ഒറ്റ തവണ ഒക്കർ ചെയ്യുന്നുള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഉണ്ട്. ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് eigen വാല്യൂസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് eigen vectors corresponding to a particular eigenvalue of matrix A. അത് ഒരു eigen വാല്യൂ എക്ക് കറസ്പോണ്ട് ചെയ്യാതെ എത്ര നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് eigen vectors ഉണ്ട്, അതാണ് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് വെച്ചാൽ. അപ്പോൾ അതായത് നമുക്ക് eigen വാല്യൂസിനെ രണ്ടായിട്ട് തിരിക്കാം. eigen വാല്യൂസ് ക്യാൻ ബി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് നോൺ ഡീജനറേറ്റ് eigen വാല്യൂയും വേറെ ഡീജനറേറ്റ് eigen വാല്യൂ. ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ തിരിക്കുന്നു. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോൺ ഡീജനറേറ്റ് eigen വെക്റ്റേഴ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, നോട്ട് ചെയ്ത് പഠിക്കണം. eigen വെക്റ്റേഴ്സ് കറസ്പോണ്ടിങ് ടു നോൺ ഡീജനറേറ്റ് eigen വാല്യൂസ്. അതായത് നോൺ ഡീജനറേറ്റ് eigen വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen വെക്റ്റേഴ്സ് ആർ ഓൾവേസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നോൺ ഡീജനറേറ്റ് ആണ് eigen വെക്റ്റേഴ്സ് ആ കറസ്പോണ്ടിങ് eigen വാല്യൂ ഉള്ളത് എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതിൻ്റെ ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി എപ്പോഴും ഒന്നായിരിക്കും. ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയും ഒന്നായിരിക്കും. ഓക്കെ.
ഇത് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഡീജനറേറ്റ് കേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഏഗൻ വെക്റ്റേഴ്സ് കറസ്പോണ്ടിങ് ടു degenerate eigenvalue may or may not be linearly independent. Okay, degenerate കേസ് അതിൻ്റെ algebraic multiplicity ഇപ്പോൾ ഡിജനറേറ്റ് ആണല്ലോ, അപ്പോൾ algebraic multiplicity എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. നമ്മൾ പഠിച്ച ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയുടെ ഫോർമുല അറിഞ്ഞിരിക്കണം. ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഈക്വൽ ടു n-r എന്നാണ്. n എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ഓഫ് മെട്രിക്സ്, ഏതാണോ മെട്രിക്സ് തന്നിരിക്കുന്നത് അതിൻ്റെ ഓർഡർ. r എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റാങ്ക്. കണ്ടോ, ഇതിനാണ് നമ്മൾ റാങ്ക് പഠിച്ചത്. റാങ്ക് ഓഫ് മെട്രിക്സ് a മൈനസ് ലാംഡായി, ഇതിൻ്റെ റാങ്ക് കാണണം. എ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ്, ഗിവൺ മെട്രിക്സ്. ഓക്കെ, ലാംഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡീജനറേറ്റ് ഏഗൻ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ ഓൾജിബ്രിക് മൾട്ടിപ്ലിസിറ്റി കാണണമെന്നുണ്ടെങ്കിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ജോമെട്രി മൾട്ടിപ്ലിസിറ്റി കാണുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ പറയാം. ആ എക്സാമ്പിളിനോട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, 1 1 0 0 1 1 0 0 1. ബി എന്ന് പറയുന്ന വേറെ മെട്രിക്സ് തന്നിട്ടുണ്ട്, 1 1 0 0 1 0 0 0 1. സി എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, 1 0 0 0 1 0 0 0 1. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്, കറസ്പോണ്ടിങ് ടു ലാംഡ ഈസ് ഈക്വൽ ടു 1 ഓഫ് ദി എബോവ് മെട്രീസസ്. അപ്പോൾ ഈ മെട്രീസസിലെ ലാംഡ ഈക്വൽ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വാല്യൂവിൻ്റെ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഈ 3 നമ്മളിപ്പം ആദ്യത്തെ മെട്രിക്സ് എ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡിറ്റർമിനൻ്റ് എ മൈനസ് ലാംഡായി 0 എടുക്കണം. ഓക്കെ, എ മൈനസ് ലാംഡായി ഇസിക്വൽ 0 എന്ന് എടുക്കാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ ഈ 3 മെട്രിക്സിന് നമുക്ക് 1 1 1 എന്നായിരിക്കും കിട്ടുന്നത്. അതായത് 1 ആണ് ഇവിടെ ഡീജനറേറ്റ് ആയിട്ടുള്ള ഏഗൻ വാല്യൂ ആണ് 1. ഓക്കെ, ഇപ്പോൾ ഡീജനറസി ആൾജിബ്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ലീനിയർ ഏഗൻ വെക്റ്റേഴ്സ് കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു 1 ഓഫ് ദി എബോവ് മെട്രിക്സ്. അതെങ്ങനെ കാണും? നമുക്കറിയാം, അതാണ് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി. ഈ ക്വസ്റ്റ്യൻ തന്നെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്താണെന്ന് ചോദിച്ചത്. ഫോർ ലാംഡ ഈക്വൽ ടു 1 ഫോർ എ മെട്രിക്സ് എങ്ങനെ കാണും? ഞാൻ പറഞ്ഞത് n-r ആണ്. അപ്പോൾ n ഓർഡർ ആണ്, അപ്പോൾ 3 - r എന്ന് കിട്ടും. r ഈസ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്, അതായത് ഏത് മെട്രിക്സിൻ്റെ എ മൈനസ് ലാംഡയുടെ റാങ്ക്. അപ്പോൾ എ മൈനസ് ലാംഡായി കാണണം. എ മൈനസ് ലാംഡായി എന്ന് പറയുമ്പം എങ്ങനെ കാണും? നമുക്കറിയാം 1 മൈനസ് ലാംഡ 1 0 0 1 മൈനസ് ലാംഡ 1 0 0 1 മൈനസ് ലാംഡ. അപ്പോൾ ലാംഡ ഈക്വൽ 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 1 0 0 0 1 0 0 0 അല്ലേ? ഇതാണ് മെട്രിക്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് കാണണം. ഇതിൻ്റെ റാങ്ക് കാണുമ്പോൾ എന്ത് കിട്ടും? റാങ്ക് എന്ന് പറയുന്നത് ആദ്യം ഡിറ്റർമിനൻ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഡിറ്റർമിനൻ്റ് ഇതിൻ്റെ എടുക്കുമ്പം 0 × 0 - 0 -1 × 0 - 0 + 0 കണ്ടത് 0 ആണ്. അപ്പോൾ റാങ്ക് ലെസ് ദാൻ 3 ആണെന്ന് മനസ്സിലായി. ഇങ്ങനല്ലേ ഞാൻ റാങ്ക് കാണാൻ പഠിപ്പിച്ചത്. ഇനി സബ് സ്ക്വയർ മെട്രിക്സ് എടുത്ത് നോക്കുക. ഏതെങ്കിലും 1 ആയിക്കഴിഞ്ഞാൽ റാങ്ക് 2 ആയിരിക്കും. കണ്ടോ, ഈ മെട്രിക്സ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നോൺ സീറോ കിട്ടും. അപ്പോൾ ഇതിൻ്റെ റാങ്ക് എന്താണ്? ഇതിൻ്റെ റാങ്ക് r = 2 എന്ന് കിട്ടി.
അപ്പോൾ ജോമെട്രി മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് n-r ആണ്, ഈക്വൽ ടു 3 - 2 ആണ്. അപ്പോൾ ആൻസർ എന്താണ്? 1. ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടർ ഉണ്ട് λ = 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ മെട്രിക്സ്. ഇനി ബി മെട്രിക്സിന് കാണുമ്പോൾ b - λ 0 എടുത്തു കഴിഞ്ഞാലും λ = 1 1 1 തന്നെയാണ് കിട്ടുന്നത്. ഇതാണ് ഡീജനറേറ്റ് ഐഗൻ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഫോർ λ = 1 കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ n-r തന്നെയാണ്. ഇവിടെ 3 - r ആണ്, പക്ഷേ ഇവിടെ റാങ്ക് ഡിഫറെൻ്റ് ആണ്. b - λയുടെ റാങ്ക് കാണണം. ബി എന്താണ്? ബി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി തന്നിട്ടുണ്ട് ഇവിടെ. അപ്പം -λ ചെയ്യുമ്പോൾ 1 - λ 1 0 0 1 - λ then 0 then 0 0 1 - λ. അപ്പോൾ λ = 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? λ = 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? λ = 1 കൊടുക്കുമ്പോഴത്തേക്ക് 0 1 0 0 0 0 0 0 0 കിട്ടി. ഇതിൻ്റെ റാങ്ക് എത്രയാണ്? ഇതിൻ്റെ റാങ്ക് നോക്ക്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണ്, ഡിറ്റർമിനൻ്റ് b 0 ആണ്. അപ്പോൾ റാങ്ക് <3 ആണ്. ഇനി സബ്സ്ക്വയർ മെട്രിക്സ് എടുക്കുമ്പം എല്ലാം 0 ആയിപ്പം ഡിറ്റർമിനൻ്റ്. നമ്മളിപ്പം ഇതെടുത്താലും ഈ സബ്സ്ക്വയർ മെട്രിക്സ് എടുത്താലും ഏതെടുത്താലും 0 ആണ്. അപ്പോൾ റാങ്ക് 1 ആണ് അല്ലേ? ഇത് റാങ്ക് 1 ആണ്. അപ്പോൾ രണ്ടാവത്തില്ല, അതുകൊണ്ട് റാങ്ക് 1 ആയി. ഇത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് n-r ആണ്. സോ 3 - 1 2 എന്ന് കിട്ടി. കണ്ടോ? സെക്കൻഡ് മെട്രിക്സിന് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ് 2 ആണ്. ഇനി തേർഡ് എടുക്കാം. c - λ കേസിൽ c എടുക്കുമ്പം 1 - λ 0 0 0 1 - λ 0 0 0 1 - λ 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 0 0 0 0 0 0 0 0 0. റാങ്ക് എന്താണ്? 0 ആണ്. റാങ്ക് ഒന്നുമില്ല. അപ്പം ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എല്ലാം 0 ആണെങ്കിൽ പിന്നെ എന്തോ റാങ്ക് ഒന്നുമില്ല. ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? n-r ആണ്. 3 - 0 = 3 എന്നാണ്. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്റ്റേഴ്സ് കറസ്പോണ്ടിങ് to λ = 1 for a, b, c matrix is equal to 1 2 3. ഇതാണ് നമ്മുടെ ആൻസർ. കണ്ടോ? ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ പ്രോബ്ലംസ്. സോ ഇതിൻ്റെ കാര്യം എന്തോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഐഗൻ വെക്റ്റേഴ്സ് ഐഗൻ വാല്യൂസിനെ കുറിച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കണം. അതിനു മുന്നേ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്റ്റേഴ്സ് നോക്കണം. അത് അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഓക്കെ.